ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണോ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. കാരണം വേറെ ഒന്നല്ല, ഭയങ്കര മടിയാണിപ്പോൾ. പിന്നെ അതുമാത്രമല്ല, സമയവും കുറവാണ്. ഞങ്ങളിപ്പോൾ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ആവാറായി. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇടാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ നാട്ടിലോട്ട് വന്നപ്പോൾ 2 ദിവസം ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സാധാരണ നാട്ടിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഭയങ്കര ബോറടിയാണ്. 2 ദിവസം ഈ ട്രെയിനിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മടുപ്പുള്ള കാര്യം വേറെ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് വരുന്നവരും കൊണ്ട് അത്ര ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കൊണ്ടുള്ള യാത്ര അല്ലെങ്കിലും അടിപൊളിയാണല്ലോ. വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പഴംപൊരിയൊക്കെ വന്നത്. കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ രാത്രിയായി. ഇവരിതാ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ടൊക്കെ കളിക്കുകയാണ്. ഞങ്ങൾ ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞ് ആ ക്ഷീണത്തിൽ കിടന്നുറങ്ങി. അതിൻ്റെ ഏട്ടനൊക്കെ ഉറക്കാൻ കേട്ടോ. അങ്ങനെ ട്രെയിനിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. വെളുപ്പിനെ തന്നെ ആദ്യം ചാടി എണീക്കും കേട്ടോ. ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഉറക്കൂല. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും വിശപ്പ് മാറാൻ വേണ്ടി ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കളർ ബുക്കൊക്കെ ആയിട്ട് ഒരാൾ വന്നത്. അപ്പോൾ പിന്നെ പിള്ളേരെ പിടിച്ചിരുത്താനായിട്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കളർ ബുക്കൊക്കെ മേടിച്ചിട്ട് അതിനെ കൊണ്ട് ഞാൻ പെയിൻ്റ് അടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പെയിൻ്റ് അടിച്ചു. സംഭവം അതിനെ കുറച്ച് നേരം മടക്കിയിരുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. എനിക്കിങ്ങനെ കളറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് സീറ്റിലും ഒരു മലയാളി ഫാമിലി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചായി. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചേട്ടന്മാരൊക്കെ അപ്പുറത്തിരുന്ന് ഫുൾ ടൈം ചീട്ടുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ലുഡോ കളിച്ചും അന്താക്ഷരി കളിച്ചും ഒക്കെ നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെയുള്ള യാത്ര ഒട്ടും ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഗോവ എത്തിയിട്ടുണ്ട്. ഗോവയിൽ പോകണമെന്നൊക്കെ പല സമയത്തും നമ്മൾ പ്ലാനൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. എന്നാൽ പിന്നെ ഗോവയിലൊന്ന് ഇറങ്ങിക്കളയാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഗോവയിൽ ഇറങ്ങിയപ്പോൾ വന്ദേ ഭാരത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് എത്തി. ഉച്ചയ്ക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാത്രിയായി. പിന്നെയും ഫുഡ് അടിക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഫുഡ് അടിക്കുക, ചീട്ട് കളിക്കുക, ലുഡോ കളിക്കുക, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ആസ്വദിച്ച് അങ്ങോട്ട് തിന്നെയാണ്. അവന് അത്ര ആസ്വദിച്ച് തിന്നണം അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസവും കിടന്നുറങ്ങിയൊക്കെ എണീറ്റു. ഇപ്പം സമയം വെളുപ്പിനാണ് കേട്ടോ. ശീശയൊക്കെ ഇറങ്ങാറായി. അവർ തിരൂരാണ് കേട്ടോ ഇറങ്ങണത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ വല്ലാത്തൊരു ഫീല് വന്നത്. ഇത്രയും നേരം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ആ ഒരു വിഷമമൊന്നും അറിയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയമായപ്പോഴത്തേനും പോവാണല്ലോ അവർ എന്നൊക്കെ ഉള്ളൊരു ഫീല് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതേപോലെ ഒരുമിച്ചൊന്നും നമുക്ക് കൂടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും യാതൊരു അറിവില്ലല്ലോ. അവരവിടെ ഒരു വെളുപ്പിനെ സമയത്ത് 3:30 അവിടെ എത്തിയത്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി. നല്ല വിഷമമൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വന്നു. ട്രെയിനിൽ നിന്ന് ഓരോ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പിന്നെയും കിടന്നു. ഞങ്ങളൊരു വെളുപ്പിനെ 5-5:30 ആയപ്പോഴത്തേനും തൃശ്ശൂർ എത്തി. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് എൻ്റെ ചേട്ടനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ നിന്നിട്ടോ. അങ്ങനെ അവരെ കാത്തു നിൽക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വൈഫും കുട്ടിയൊക്കെ വന്നു. അപ്പോൾ കുറേ ദിവസത്തിട്ടാണ് അവരെ കാണുന്നത്. അപ്പോൾ 2 പേരും ആദ്യം ഒന്ന് പതുങ്ങിയൊക്കെ നിന്നെങ്കിലും പിന്നെ ഒരു കെട്ടിപ്പിടുത്തവും അമ്പപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാട്ടിലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.